ഓർത്തിണങ്ങിക്കുമ്പോൾ മന്ത്രിമാരെല്ലാം പറയും ഒലീവിയ മാത്രം മതി കേരളത്തിൽ. ഈ കൊച്ചു പെൺപിള്ളാരെ 28 വയസ്സ് താഴെയുള്ള പെൺപിള്ളാരെ പിടിച്ച് നിർത്തിയിട്ട് എനിക്ക് എന്തെങ്കിലും മാനഹാരി വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. വയറ് മുറുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അച്ചു ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു കാണാനായിട്ട് ഹോം ടൂർ കൊടുക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ 250-300 രൂപയ്ക്ക് ഇയാൾ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു കംപ്ലൈൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്നെ അങ്ങ് കത്തിച്ച് കളയുമെന്ന്. അത് ഈ പറയുന്ന ജീനു കൂടി ആയിരുന്നോ ഞാൻ എൻ്റെ കുൽസിത പ്രവൃത്തികൾ ഇത്ര വളരെ കൃത്യം തന്നെ വന്നതെന്ന് പറയുവാണ്. ഒരുപാട് കടബാധ്യതകളും പ്രശ്നങ്ങളും കേസും വഴക്കും ചെക്ക് കേസുകളും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പെൺകുട്ടികൾക്ക് നീതി കിട്ടണം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു നമ്മുടെ അടിപൊളി ഒരു ലൈവിലേക്ക്. അതായത് നമുക്ക് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഉള്ളത് കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് ജില്ലയിൽ, ഈ 14 ജില്ലയിൽ എനിക്ക് ഏത് ജില്ലയിൽ വേണമെങ്കിലും എനിക്കൊരു പോലീസിലൊരു FIR ഇടാനായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കയറി ആൾക്കാരെ നമ്മുടെ പൊതുസമൂഹത്തിന് ഒരുപാട് സ്ത്രീകളെ പിടിച്ചിട്ട് അങ്ങോട്ട് അലക്കണ സ്വഭാവമാണ്. ഇവർക്ക് എവിടെയെങ്കിലും ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എണ്ണയോ എന്നൊന്നുമല്ല. ഈ കൂട്ടത്തിൽ ഈ ഒലീവിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെതിരായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒലീവിയക്കെതിരെ ആയിരക്കണക്കിന് കമൻറ്റുകൾ വന്ന് അതിൻ്റെ താഴെ വീണിട്ട് ഇത്രയും കുട്ടികൾ അവർക്കെതിരെ വന്നതിന് ശേഷം എല്ലാ യൂട്യൂബേഴ്സും പ്രതികരിച്ചിട്ടാണ് ഈ ഒലീവിയക്കെതിരെ നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ വന്നിട്ടാണ് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിന്നലെ രണ്ട് വീഡിയോസ് എനിക്കിന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാനത് ഇന്നിങ്ങോട്ട് വന്ന സമയത്തായിരുന്നു കണ്ടത്. ഒന്ന് വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ജീനൂസ് വ്ളോഗ്. ഈ ജീനൂസ് വ്ളോഗ് എന്ന് പറയുന്നവന് ഇവനങ്ങ് അവൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് കയറി നോക്കുക കേട്ടോ. നമ്മുടെ ചാനലുകാർ ഒന്ന് കയറി നോക്കുക അവൻ്റെ യൂട്യൂബ് ചാനൽ. ഇവൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇവന് തന്നെ അറിയത്തില്ല. ഇവന് തന്നെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് ഇവന് തന്നെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിനൊരു അറുതി വന്നേ പറ്റുള്ളൂ. ഇതിനെന്തായാലും ഒരു അറുതി വന്നേ പറ്റുള്ളൂ. ഇപ്പോൾ അഞ്ചൽ സ്റ്റേഷനിൽ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ മേ ബി അഞ്ചൽ സ്റ്റേഷനിൽ പോയി കൊടുത്തെന്നിരിക്കും. ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം നമുക്ക് ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാം. നമുക്ക് ഈ കേരളത്തിലുള്ള 14 ജില്ലയിൽ അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കേരളത്തിലെ 14 ജില്ലയിലും വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും മൊത്തത്തിൽ എയറിൽ പോകുന്ന സംഭവമല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാം. അതുകൊണ്ട് കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റെസിപ്റ്റാണ് കേട്ടോ. അതാ ഇപ്പം രാത്രി 9:30 മണിക്കാണ്, ഇന്നത്തെ 9:30 മണിക്ക് ഇവരെല്ലാവരെയും കൂടി ചേർത്തിട്ട് എനിക്കുണ്ടായിട്ടുള്ള മാനഹാനിക്കും അതിനെല്ലാത്തിനും കൂടി ഞാൻ ഇവിടെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം അവർ വിളിക്കുമെന്ന് നോക്കട്ടെ. അത് ഇത് സെക്കൻഡ് തിങ് ആണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കയറി പെണ്ണുങ്ങളെ എടുത്തിട്ട് അങ്ങ് അലക്കുവാണ്. പെൺകുട്ടികൾക്ക് നീതി കിട്ടണം. കാരണം എവിടെയെങ്കിലും ഇരുന്ന് കുരയ്ക്കുന്ന ഈ യൂട്യൂബേഴ്സ് എവിടെയെങ്കിലും ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. ചുമ്മാ കയറി പെണ്ണുങ്ങളെ എടുത്തിട്ട് അങ്ങ് അലക്കുവാണ്. അവൻ എന്താണ് രഞ്ജിത എന്ന് പറയുന്ന അവളുടെ കുൽസിത പ്രവർത്തികളെന്നാണ് അവൻ ഇട്ടിരിക്കുന്നത്. ഈ പറയുന്ന ജീനുവിൻ്റെ കൂടി ആയിരുന്നോ ഞാൻ എൻ്റെ കുൽസിത പ്രവർത്തികൾ ഇത്ര വളരെ കൃത്യമായിട്ടും ഇവൻ അറിയാൻ വേണ്ടിയിട്ട്, ഈ ജീനു എന്ന് പറയുന്നവൻ അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ആയിരുന്നെന്ന് തോന്നുന്നു കഴിഞ്ഞ 3-4-5 വർഷമായിട്ട് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ടും അവൻ എൻ്റെ കുൽസിത പ്രവർത്തികൾ വളരെ നന്നായിട്ടും അറിയാവുന്നുള്ളതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ, ഞാൻ ഇന്നൊരു ദിവസം വെയിറ്റ് ചെയ്യണം. കാരണം മണി ഇപ്പോൾ 10 മണിയോളം ആയി. രാവിലെ ഞാൻ വീണ്ടും സ്റ്റേഷനിൽ വരും. അത് കഴിഞ്ഞിട്ട് രാവിലെ എനിക്ക് എന്തൊക്കെയാണോ എൻ്റെ കുറച്ച് പ്ലാനിങ്ങുകളുണ്ട്, ആ പ്ലാനിങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്നെ അങ്ങ് കത്തിച്ച് കളയുമെന്ന്. അത് ഞാൻ ഇതുപോലെ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന്, കാരണം ഒരു വലിയ മീഡിയകളും ഒരു മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്നില്ല. നമ്മൾ തന്നെ വന്നതെന്ന് പറയുവാണ്. ഒരുപാട് കടബാധ്യതകളും പ്രശ്നങ്ങളും കേസും വഴക്കും ചെക്ക് കേസുകളും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് കണക്ക് ഞാൻ ഒരു മണിമാളിക പണിത് മറ്റുള്ളവരെ പിഴിഞ്ഞ് മറ്റുള്ളവരെ അറുത്ത് കണ്ടിച്ച് അങ്ങനെയല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ വളരെയധികം വയറ് മുറുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതികരിക്കാനായിട്ട് യാതൊരുവിധ മടിയുമില്ല. കാരണം അധ്വാനിക്കുന്നവൻ്റെ വേദന അധ്വാനിക്കുന്നവന് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസ് എല്ലാം ഈ യൂട്യൂബേഴ്സ് തെളിയിക്കുക. അതായത് ഈ ഒലീവിയ ഡിസൈൻസിൻ്റെ കൂടെ അച്ചു സിബിക്കും ഒലീവിയയ്ക്കും എതിരായിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1-ാം പ്രതി ജീനു, 2-ാം പ്രതി വിജിരാജ്
വിജിരാജ്, മൂന്നാം പ്രതി സിബി ഒലീവിയ ഡിസൈൻസ്. ഞാൻ അത് എൻ്റെ ചാനലിൽ തന്നെ ആ പരാതിയുടെ ഒരു റീല്, ഞാൻ എങ്ങനെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു റീല് കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ പബ്ലിഷ് ചെയ്യും. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും പബ്ലിഷ് ചെയ്യും, എൻ്റെ യൂട്യൂബ് ചാനലിലും പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ മൂന്നാം പ്രതി അച്ചു, സിബി ഒലീവിയ, ഇത്രയും പേർക്കെതിരായിട്ടാണ് ഞാനിവിടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, കേസ് കൊടുത്തിരിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നിയമമാണ് ചെയ്യേണ്ടത്. അതെനിക്കറിയില്ല. ഇതവ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ എടുക്കുന്നില്ല. ഈ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളൊന്നും ഇതിനെതിരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും യൂട്യൂബേഴ്സ് കിടന്ന് അലക്കി വെച്ച ഒരു സംഭവം എന്തുകൊണ്ടാണ് ഒരു ദേശീയ മാധ്യമങ്ങളും ഏറ്റെടുക്കാത്തത്? അല്ലേ? അപ്പം നമുക്കതൊന്നും അറിയണമല്ലോ. അപ്പോൾ ഒരു പെണ്ണിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ, ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഞങ്ങളിൽ ഒരാളിൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഞങ്ങൾ അത് ചെയ്ത് നീതി നേടിയിരിക്കും, ഞങ്ങൾ ആ നീതി നേടിയെടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുവാണ്, ഇതിനെതിരെ പോരാടി എനിക്ക് തോക്കേണ്ടി വന്നാൽ ഈ മാധ്യമത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഇവരുടെ സകല ആൾക്കാരുടെയും പേരെഴുതി വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് എന്നെ അങ്ങ് കത്തിച്ച് കളഞ്ഞാൽ അതിനെതിരെ ഈ നിയമങ്ങൾ എതിർക്കുമെന്ന് എനിക്ക് അറിയണം. അന്നേരം ഈ മാധ്യമങ്ങൾ വരുമോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയണം. അതുപോലെ തന്നെ ഈ രണ്ട് യൂട്യൂബർമാരെന്ന് പറയുന്നവർക്ക് അവരുമായിട്ട് നിങ്ങൾ നേരത്തെ ബന്ധമുണ്ടോ അതോ അറിയത്തില്ല? എനിക്ക് ഈ രണ്ട് യൂട്യൂബേഴ്സിനെ, ഈ ജിനു എന്ന് പറയുന്നവന്, പിന്നെ ഈ ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റ്, ഈ പെൺപിള്ളേരെല്ലാവരും കൂടി ഇവർക്കെതിരെ വന്നപ്പോഴേ, അപ്പോൾ അവന് ഒരു കംപ്ലൈൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഈ വിജിരാജ് എന്ന് പറയുന്നവന് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഡയലോഗ്, എന്തൊക്കെയോ പറഞ്ഞൊരു ഡയലോഗ് എനിക്കെതിരെ, എന്താണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിള്ളേരെ ഇത്ര ദൂരത്ത് നിന്ന്, എന്തുമാത്രം ദൂരത്ത് നിന്നാണ് ഈ കുട്ടികൾ വരുന്നത്. അപ്പോൾ ഇത്രയും ഇന്നലെയാണെങ്കിൽ ആ സ്നേഹം എന്ന് പറയുന്ന കുട്ടി വന്നിട്ട് അവൾ അടൂർ സ്റ്റേഷനിൽ ഛർദ്ദിച്ചു, മറ്റേ കളക്ടറേറ്റിൽ നന്നായിട്ട് ഒമിറ്റ് ചെയ്തു. കാരണം ആ കുട്ടി വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. അപ്പോൾ ഇത്ര ദൂരത്തു നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവർക്ക് ആർക്കും ആരും അനങ്ങുന്നില്ല. ആ കംപ്ലൈൻ്റൊക്കെ ഞങ്ങൾ കൊടുത്ത കംപ്ലൈൻറ്റ് ഞങ്ങൾ പോലും അറിയാതെ തന്നെ അതിന് പരിഹരിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ കൊടുത്ത കംപ്ലൈൻറ്റ് ഇന്നലെ എസ്ഐ പറഞ്ഞിരുന്നത്, ഇന്ന് മുതൽ 2 പിള്ളേർക്ക് വെച്ച് അത് അവരെ വിളിക്കണമല്ലോ, അവരെ സ്റ്റേഷനിൽ വിളിപ്പിക്കണമല്ലോ. ഇപ്പൊ ഈ കുട്ടികളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് എന്തിനാ 2 ആക്കുന്നത്? ഇത്രയും പേര് ഒരുമിച്ച് ഒറ്റയടിക്കും കൊടുത്തേക്കണം. ഇത്രയും 2 എന്തിനാ അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വിളിപ്പിക്കുന്നത്? ജോയിന്റ് പെറ്റീഷൻ അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പൊ എല്ലാവരെയും അറ്റ് എ ടൈം വിളിപ്പിച്ചിട്ട് ഇവർക്ക് സംസാരിക്കാമല്ലോ, അല്ലേ? അറ്റ് എ ടൈം എല്ലാവരെയും വിളിപ്പിച്ചിട്ട് സംസാരിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഗൂഢാലോചന ഈ പറഞ്ഞ വിജിരാജും ഈ പറഞ്ഞ എന്താണ് ജിനു വ്ളോഗ്, ഇവന്മാർ രണ്ടുമാണ് എൻ്റെ ഗൂഢാലോചന അറിയിക്കേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു, സ്നേഹ എൻ്റെ അടുത്ത് ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു, എന്താണ് എൻ്റെ പേര് സ്നേഹ എന്നാണ്, ഞാനൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ടും അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ കറക്റ്റ് എന്ന് തോന്നുന്നത് അത് നിങ്ങളെടുത്ത് വീഡിയോ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് മുമ്പേ എൻ്റെ ആ വോയിസ് എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എനിക്ക് ഇട്ടുന്നത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനേക്കാളും നല്ല തെളിവ് എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ എനിക്ക് അയച്ചെന്ന വീഡിയോ തന്നെ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എത്ര യൂട്യൂബേഴ്സ് ആക്രമിച്ചാലും എന്ത് തന്നെ വന്നെന്ന് പറഞ്ഞാലും സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വിട്ട്, കാരണം ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണ്ടേ? അല്ല, നിങ്ങൾ തന്നെ പറ, നമുക്കൊരു പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ മാനത്തിന് വിലയില്ലേ ഇവിടെ? പെൺകുട്ടികളുടെ മാനത്തിന് വിലയില്ലേ ഇവിടെ? അപ്പോൾ ഇയാൾ എന്നോട് സംസാരിച്ചതുമായിട്ടുള്ള ഒരുപാട് വോയിസ് മെസ്സേജുകളും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഈ സിബി എന്ന് പറയുന്നവൻ ഇത് മുഴുവനും ഞങ്ങൾ ഇനി പബ്ലിക്കിൽ കൊണ്ടുവരും. ഇതുവരെ വേണ്ടാന്ന് വിചാരിച്ച് മാറി നിൽക്കുമായിരുന്നു, പക്ഷേ ഇനി ഇത് മുഴുവനും ഞങ്ങൾ കൊണ്ടുവരും. നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി തന്നെ ചെയ്യും. ആരൊക്കെ എൻ്റെ നേർക്ക് ഉന്നയിക്കുന്നുണ്ടോ, ആരൊക്കെ ഇതിനകത്ത് എൻ്റെ നേർക്ക് ഉന്നയിക്കുന്നുണ്ടോ, അവരുടെ എല്ലാവരുടെയും പേര് ഇപ്പം ഞാൻ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഞാനിപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിൻ്റെത്. അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ അതിനകത്ത് കരുതിയിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും മാനഹാരി വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. 2021 മുതൽ 2023 വരെ ഈ കുർത്തീസ് ഇവർക്ക് സപ്ലൈ ചെയ്യുമായിരുന്നു. ഇവരുടെ പഴയ ഒരു വാടക വീടുണ്ടായിരുന്നു അടൂര്. ആ വാടക വീട്ടിൽ ഞാൻ വെളുപ്പാങ്കാലത്ത് 4 മണിക്കൊക്കെ എൻ്റെ വണ്ടി നിറയെ സാധനങ്ങളുമായിട്ട് അവരുടെ വീട്ടിൽ 9 മണിക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അന്നേക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ട് സ്വന്തമായിട്ട് ഇറക്കി അതിനകത്ത് വെച്ചാൽ പോലും ഇങ്ങനെ ഒരു ഇങ്ങനൊന്ന് നമ്മളെ ഒന്ന് എടുത്തൊന്ന് വെക്കാൻ പോലും സഹായിക്കത്തില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ എന്നൊക്കെയാണെങ്കിൽ വളരെയധികം റേറ്റ് അങ്ങ് ചവിട്ടി എൻ്റെ എന്നൊക്കെ 250-300 രൂപയ്ക്ക് ഇയാൾ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇയാളുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അലിഗേഷനും ഇല്ല. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഇത്രയും നശിപ്പിക്കാനായിട്ട് ഇവർ തന്നെയാണ് ഇത്രത്തോളം മാർക്കറ്റിനെ നശിപ്പിച്ച് ഇത്രയും ആൾക്കാരുടെ കഞ്ഞുകൂടി മുട്ടിച്ച് ഈ കച്ചവടക്കാരെ ഈ ഒരു സ്റ്റേജിലാക്കിയത്. കാരണം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവർക്കേ അറിയാവുള്ളൂ. അത്രയധികം കഷ്ടപ്പാടാണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ, അത്രയധികം കഷ്ടപ്പാടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ
ഇത്രയും ഒരു നിസാരമായിട്ട് കണ്ണിൽ ചോരയില്ലാതെ അവർക്ക് നിങ്ങൾക്ക് ഇത്ര രൂപ പോരെ ഇത്ര രൂപ പോരെ. അപ്പം മറ്റുള്ളവർ ആരും ജീവിക്കണ്ട. ഇവരെന്താണ് ചാരിറ്റി ചെയ്യണത്? ഇവർ ചെയ്യണത് ചാരിറ്റി എന്നാണ് പറയുന്നത്. ഏത് രീതിയിലാണ് ഇവർ ചാരിറ്റി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഈ കൊച്ചു പെൺപിള്ളാരെ 28 വയസ്സ് താഴെയുള്ള പെൺപിള്ളാരെ പിടിച്ച് നിർത്തിയിട്ട് ഈ കണ്ട കൃത്യമായിട്ടും അവരെപ്പോഴും പറഞ്ഞ് എല്ലാ ശനിയാഴ്ച അവർക്ക് ഇതാണ് എന്താണ് ഇൻ്റർവ്യൂസ് ആണ്. ഈ 50 കുട്ടികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തിനാണ് എല്ലാ ശനിയാഴ്ച ഇൻ്റർവ്യൂ വെക്കുന്നത്? എവരി ശനിയാഴ്ച ഇൻ്റർവ്യൂ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയായിരുന്നു. ഞാൻ വീഡിയോ എടുത്തായിരുന്നു. കാരണം അടൂർ ബൈപ്പാസിൽ എന്താണ് സെൻറ്ററിലായിട്ട് സ്ഥിതി ചെയ്യുന്ന എൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു വീട്. ആ ഏരിയയിൽ ഇത് കണക്ക് ഒരു തലയെടുപ്പുള്ള വീടില്ല. കാരണം ഇതെല്ലാം വാൾ പെയിൻറ്റിംഗ് ആണ്, കംപ്ലീറ്റും വാൾ പെയിൻറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പല ആൾക്കാർ ഇവരോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ വാൾ പെയിൻറ്റിംഗ് ഒക്കെ കാണാനായിട്ട് ഹോം ടൂർ കൊടുക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയാൻ വേണ്ടി പോയതാണ്. സത്യാവസ്ഥ അറിയാൻ പോയപ്പോഴത്തേക്കും ആ ഇടവഴിയുടെ അകത്തോട്ട് കയറി വീണ്ടും ഒരു ഇടവഴിയിൽ കയറി ഒരു ചെറിയ ഇത് കണക്കത്തെ ഒരു ഇടപ്പാതയിലാണ് ഒരു വീട് വെച്ചിരിക്കുന്നത്. ആ വീടിന് ഈ വീഡിയോയിൽ കാണുന്ന യാതൊരു വിധത്തിലുള്ള ഹൈലൈറ്റേഷനും ഇല്ല. കാടും പടലവുമായിട്ട് വരച്ച് പ്ലേ സ്കൂൾ പോലെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു വീട്. ആ വീട്ടിൽ അപ്പോൾ അതിന് ഞാനൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ്റെ മകൻ വെളിയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരുന്നതും ഞാൻ കണ്ടു. ആ വീഡിയോ ഞാൻ എടുത്തു, ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടൂരിൽ ഈ പറഞ്ഞ കണക്ക് ആരും പ്രതികരിക്കുന്നില്ല, പോലീസുകാരും പ്രതികരിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളെ അവിടുന്ന് മാറ്റി നിങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണെന്ന് പൊതുവെ പറയുന്നുണ്ട്. അച്ചു ബാക്കി ഈ 2 വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞവർ. അതെ. അതിന് സത്യാവസ്ഥ എന്താണ്? അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ അച്ചു എന്ന് പറയുന്ന ഈ ഒലിവിയുടെ ഓണർ പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞു കേരളത്തിലെ സ്ഥാപന ജോലിക്കാർക്ക് അത് കൃത്യമായിട്ട് ശമ്പളവും കൃത്യമായിട്ട് എല്ലാ ഫെസിലിറ്റികളും കൊടുക്കുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം ഈ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അതായത് പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒലിവിയ ഡിസൈൻസ് എന്ന ഓൺലൈൻ അവർക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട് ഭീമ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവർ ഈ അടൂർ ബൈപ്പാസിലെ റോഡിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു 3 നിലയായിട്ടുള്ള ഏറ്റവും വലിയ അടൂരിലെ ഏറ്റവും വലിയായിട്ടുള്ള വീട്ടിലാണ് ഇവർ ഓൺലൈൻ സ്ഥാപനം നടത്തുന്നത്. ഈ ഓൺലൈൻ സ്ഥാപനത്തിൽ 250 വേക്കൻസി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി എല്ലാ ദിവസവും വേക്കൻസി ഇടുന്നത്. ഞാൻ ഒരുപാട് കമൻറ്റ് പോയി ചെയ്തിട്ടുണ്ട്. കാരണം 250 വേക്കൻസി എല്ലാ ആഴ്ചകളിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഓസ്കാർ അവാർഡിന് അർഹതയില്ലേ? കാരണം കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം കൊടുക്കുമോ? എല്ലാ ആഴ്ചകളിലും 250 വേക്കൻസീസ്. അപ്പം നമുക്ക് മലയാളികളല്ലേ ദഹിക്കണ്ടായോ? നമ്മളുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? അപ്പം നമുക്കറിയാമോ 250 വേക്കൻസീസ് എവറി ഡേ ഉണ്ട്. അവരതുപോലെ തന്നെ സ്റ്റാഫുകളെ അത്രത്തോളം സംരക്ഷിക്കുന്നു, ആടുന്നു, പാടുന്നു. ഇൻസ്റ്റഗ്രാം ത്രൂ ഔട്ടായിട്ട് ലേഡീസിനെ സംരക്ഷിക്കുന്നു എന്നുള്ള വ്യാജേന ആൾക്കാരെ പറ്റിച്ച് ജനങ്ങളുടെ ഇടയിൽ പൊടിയിട്ട് ലേഡീസിനെ സംരക്ഷിക്കുന്നു എന്നുള്ള വ്യാജേന ഇവർ ഈ കാട്ടിക്കൂട്ടി ഓരോന്ന് ചെയ്ത് ബിസിനസ് ഇവരുടെ കയ്യിൽ അങ്ങാക്കി. അതായത് കേരളം മുഴുവൻ ഈ സിബി എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഓൺലൈൻ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, അത് എൻ്റെ സ്വന്തമാണ്, ഞാൻ അത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ കൈവശം അവകാശപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്ത് എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ തേച്ചിട്ട് പോയ ഒരു ലേഡീനെ ഇവരെടുത്ത് കൽക്കട്ടയിൽ കൊണ്ടുപോയി കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ ചെയ്ത് നമുക്കെതിരായിട്ട്, കാരണം നമുക്കപ്പം കച്ചവടം കുറയുമല്ലോ അല്ലേ, സ്വാഭാവികമല്ലേ നിങ്ങൾ പറയൂ. അപ്പോൾ അവർ ഒരു ദിവസം 1000-ഓളം പീസുകളാണ് സെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി സ്വന്തമായിട്ട് ഇവർ മാത്രമേ ജീവിക്കാവുള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ കേരളം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ പുള്ളിക്കാരൻ എന്താണ് പിന്നെ മന്ത്രിമാരും ഓരോ ദിവസവും ഓരോ മന്ത്രിമാരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ? ഓരോ ദിവസം ഓരോ മന്ത്രിമാർ പുള്ളിയുടെ വീട്ടിൽ വരും. ഈ മന്ത്രിമാരെല്ലാം പുള്ളിയുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പബ്ലിസിറ്റി അങ്ങ് കോർത്തിണങ്ങിക്കുമ്പോൾ മന്ത്രിമാരെല്ലാം പറയും ഒലീവിയ മാത്രം മതി കേരളത്തിൽ ഒലീവിയ മാത്രം മതി, ഒരു VRS വരരുത്, മറ്റൊരു സ്ഥാപനം വരരുത്. കാരണം ഞാൻ എൻ്റെ സ്ഥാപനം 15-ാം തീയതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന സ്ഥാപനത്തിൽ ഈ വിജിരാജ് കൊണ്ടിട്ടിരിക്കുന്നു പ്രസ് മീറ്റ്. ഈ ആപ്പ് ഇതൊന്നും അല്ല, ചാനലുകാരൊന്നും അല്ല പോലും, എന്തൊക്കെയോ വലിയ ചാനലുകളൊക്കെ ഈ അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 15-ാം തീയതി 2 മണിക്ക് പത്രസമ്മേളനം വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വന്ന് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചിങ്ങം 1 എന്നുള്ളത് പിന്നെ നമുക്ക് ഓഗസ്റ്റ് 15-ആണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കർക്കിടകത്തിൽ ചെയ്യണ്ടല്ലോ എന്ന് കണ്ടിട്ടാണ് എൻ്റെ സ്ഥാപനം ഞാൻ അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്, ഇതൊരു ഓൺലൈൻ സ്ഥാപനമല്ല. എനിക്ക് ഓൺലൈൻ്റെ ഓഫീസ് ഉണ്ട്, അത് ഞാൻ എറണാകുളത്താണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആണ്. അതായത് മാനുഫാക്ചറിങ് ഫീൽഡായ എൻ്റെ ഒരു സ്ഥാപനം വരുമ്പം അതിലേക്ക് ഒരു 41 വേക്കൻസി എനിക്കുണ്ട്. അപ്പോൾ ഒരിടത്ത് ജോലി ഇല്ലാതെ ഇറങ്ങി നിൽക്കുന്ന കുട്ടികൾ ഇവൾ അച്ചു തന്നെ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാമോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം.
നിങ്ങൾ പറ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? വേറൊരാളുടെ സ്ഥാപനത്തിൽ അവർ ശമ്പളം കൊടുക്കാത്തതിന്റെ പേരിൽ പിള്ളേർ ഇറങ്ങിപ്പോയി. സ്ഥാപനത്തിൽ ശമ്പളം ഞാൻ കൊടുക്കാം, ഞാൻ ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ അതിനെന്താ തെറ്റ്? നമുക്ക് ജോലി കൊടുക്കാം. ഇവർ വെല്ലുവിളിക്കുമല്ലേ, ജോലി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാമോ, ഏതെങ്കിലും യൂട്യൂബേഴ്സിന് കൊടുക്കാമോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബേഴ്സിന് ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു വേക്കൻസി ഉണ്ട്. കാരണം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഒരു 10 കുട്ടികളുണ്ട്. ടെയിലേഴ്സും ബാക്കിയുള്ള മാനുഫാക്ചറിങ് സംബന്ധവുമായിട്ട് എനിക്കൊരു 30 ആൾക്കാർ ആവശ്യമുണ്ട്. എല്ലാം കൂടി ടോട്ടൽ ഒരു 40 പേരുടെ വേക്കൻസി ഉണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ആരെയും നിർബന്ധിക്കുന്നില്ല, ഒരു മനുഷ്യനെയും നിർബന്ധിച്ച് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിളിക്കത്തില്ല. ആവശ്യമുള്ള ആൾക്കാർക്ക്